الشيطان الرجيم بسم الله جزاؤهم عند ربهم جنات عدن تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك لمن خشي ربه. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم جزاؤهم عند ربهم جنات عدن تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنه ورضوا عنه ذلك لمن خشي ربه. أعوذ بالله من الشيطان الرجيم جزاؤهم عند ربهم جنات عدن تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك لمن خشي ربه. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم جزاؤهم عند ربهم جنات عدن تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك لمن خشي ربه. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم جزاؤهم عند ربهم جنات عدن تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك لمن خشي ربه. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم جزاؤهم عند ربهم جنات عدن تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك لمن خشي ربه. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم جزاؤهم عند ربهم جنات عدن تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك لمن خشي ربه. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم جزاؤهم عند ربهم جنات عدن تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك لمن خشي ربه. ഈ അലിഫ് വാവ് യാവ് അതിൻ്റെ ശേഷം ഹംസ വന്ന സ്ഥലം എത്ര ഉണ്ട് നോക്കിയാണ് ആ ആഴ്ചയിൽ എത്ര ഉണ്ട്? ആ ഒന്ന്, പിന്നെ
പിന്നെ فيها أبدا. രണ്ട് സ്ഥലങ്ങൾ അല്ലേ? വേറെ സ്ഥലമുണ്ടോ? ഇല്ല. ഈ രണ്ട് സ്ഥലത്തും നിങ്ങൾ എത്ര നീട്ടണം? മിനിമം 4, 6 വരെ പോവാം. അപ്പം എങ്ങനെ ഓതണം? ജസാഉഹും ജസാഉഹും ഉ എന്നുള്ളത് എന്ത് ചെയ്യണം? വ്യക്തമാക്കണം. കാരണം കഥയിൻ്റെ അംസയിൽ പെട്ടതാണ്. പിന്നെ ഖാലിദീന ഫീഹാ അബദ ഫീഹാ അബദ. അത് രണ്ടും പിന്നെ അതിൻ്റെ പേര് ആദ്യത്തേൻ്റെ പേര് മദ് മുത്തസിൽ എന്നാണ്, രണ്ടാമത്തേൻ്റെ പേര് മദ് മുംഫസിൽ എന്നാണ്. എന്താ മദ് മുത്തസിൽ മുംഫസിലും തമ്മിലുള്ള വ്യത്യാസം? ഒരേ പദത്തിലാണ് പിന്നെ ഒരേ പദത്തിലാണ് അലിഫും വാവും യാ പിന്നെ അംസ വാവോ അലിഫോ വാവോ യാ ഒരേ പദത്തിലാണ് വന്നതെങ്കിൽ അതിൻ്റെ പേരാണ് മുത്തസിൽ. ഒരേ പദത്തിലല്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഫീഹ ഒരു പദമാണ്, അബദ വേറെ പദമാണ്. അങ്ങനെ വന്നാൽ അതിൻ്റെ പേരാണ് മദ് മുംഫസിൽ. നിയമം 2, 4 മുതൽ 6 വരെ കതിർ നീട്ടണം. പക്ഷേ മുത്തസിൽ എന്ത് ചെയ്യണം? നിർബന്ധമാണ്, വുജൂബാണ് എന്നതാണ്. മറ്റേതിൽ ജായിദാണ്. പിന്നെ മറ്റൊന്ന്, ഈ നഗ്നമായ നൂന് വന്ന സ്ഥലം നോക്കിയാണ്. ഹർക്കത്തൊന്നും ഇല്ലാത്ത നൂന് എത്ര ഉണ്ട്? ഇന്ത. പിന്നെ വേറെ എവിടെ വന്നേ? മിൻ തഹ്തിഹ അവിടെ വന്നിട്ടുണ്ട്. ആ 2 എണ്ണല്ലേ ഉള്ളൂ, വേറെ ഉണ്ടോ? ഇല്ല. അങ്ങനെ നഗ്നമായ നൂന് വന്നാൽ എന്ത് ചെയ്യണം? ഒന്നിക്ക ഇദ്ഗാമായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? യഖ്ഫ ആയിരിക്കും. രണ്ടാലൊന്നാ വരിക. ഇദ്ഗാം അല്ലെങ്കിൽ യഖ്ഫ. രണ്ടായാലും മണിക്കണം, ഒന്നത്ത് വേണം അല്ലേ? രണ്ടായാലും ഒന്നത്ത് വേണം. ഇവിടെ ഇന്ത അവിടെ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? യഖ്ഫ ചെയ്യണം അല്ലേ? മണിക്കണം. അപ്പം എങ്ങനെ ഓതണം? ഇന്ദ റബ്ബിഹിം. യഖ്ഫാഇൻ്റെ മണിയും ഇദ്ഗാമിൻ്റെ മണിക്കലും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇദ്ഗാമിൻ്റെ മണിക്കൽ ഒരു ശിദ്ദത്ത് ഉണ്ടാവില്ല, ഒരല്പം ശക്തി ഉണ്ടാവും. മറ്റേൽ അത്ര ശക്തി ഉണ്ടാവില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇദ്ഗാമിൻ്റെ മണിക്കൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇതിപ്പോൾ എങ്ങനെ ഊതുക? ഇമ്മ അല്ലേ? അവിടെ ഒരു ശക്തി ഉണ്ടാവും. എന്നാൽ അതേപോലെ നമ്മൾ എന്തോതിന് അല്ല, ആ ശക്തി കുറച്ച് കുറയും. എന്താ അവിടത്തെ ശക്തി ഉണ്ടാവില്ല. അതാണ് 2 മണിക്കലും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ മിൻ തഹ്തിഹ മിൻ തഹ്തിഹ. പിന്നെ ഈ അടയാളമുള്ള നൂന് എത്രണ്ണം എന്ന് നോക്കിയാണ്? 1 അൻഹാറു. അവിടെ കണ്ടില്ലേ? അവ എന്ത് ചെയ്യാനാണ്? വെളിവാക്കിയാൽ മതി. അവിടെ അന്ന് ഓതാൻ പോണ്ട. മിൻ തഹ്തിഹൽ അൻഹാറു അൻഹാറു എന്നോദിയാൽ മതി. പിന്നെ അൻഹും അവിടെ അന്ന് മണിക്കണ്ട. അൻഹും. പിന്നെ വറലു അൻഹ്. പിന്നെ ദാലിക ലിമൻ ഖശിയ റബ്ബ. ലിമൻ ഖശിയ റബ്ബ. അവിടെ ലിമൻ ഓതാൻ പോകണ്ട എന്നർത്ഥം. അതാണെങ്കിൽ പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പിന്നെ മറ്റു ചില കാര്യങ്ങളുണ്ട്. രണ്ട് വേർഡാണ്. എല്ലാം പിന്നെ മിനിമം പിന്നെ നോർമൽ കഴിഞ്ഞാൽ പിന്നെ മിനിമത്തിലേക്ക് പോകണത് 4ആണ്. 4 to 6 വരെ, മാക്സിമം പോയ 6 വരെ പോവാം. അത് ചില പണ്ഡിതന്മാർ 4 പിന്നെ മദ് മുംഫസിലാണെങ്കിൽ 5 മതി എന്ന് പറയുന്നത്, അങ്ങനെയൊക്കെ ഓരോ ഇതുണ്ടാവും. പക്ഷേ 6 പോയില്ല തകരാറില്ല. അപ്പം നമ്മളെന്ത് നിയമം പറയുമ്പം ഷോർട്ടായിട്ട് പഠിക്കുമ്പം 4 മുതൽ 6 വരെ എന്ന് പറയും. മുംഫസിലാണ്. മുത്തസിലായാലും മുംഫസിലായാലും ഒരേ ദീർഘം തന്നെയാണ്, ഒരേ ദീർഘം തന്നെ. ചിലപ്പം ഒരർത്ഥത്തിനൊക്കെ ചിലർ വ്യത്യാസം പറഞ്ഞിട്ടുണ്ടാവും, 4, 5 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ആ ഓരോ തജ്വീദിൻ്റെ നിയമം അനുസരിച്ചുള്ള വ്യത്യാസമാണ്. അപ്പം ഇനിയിപ്പോൾ ഒരാൾ 6 ഓതി എന്നാൽ തെറ്റൊന്നുമില്ല. 5 എന്ന് പറഞ്ഞാലും 6 ഓതിയാലും തെറ്റില്ല. മാക്സിമം എത്ര പോവാവൂ? 6 പോവാവൂ. മദ്ദിൻ്റെ മാക്സിമം 6ആണ്, നോർമൽ 2ആണ്. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. എന്നാ അർത്ഥം പറഞ്ഞോളി. ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി.
നമ്മൾ ദാലിക ദീനുൽ ഖയ്യിമ അതാണ് കഴിഞ്ഞ ആഴ്ച വെച്ചതെന്നാണ് തോന്നുന്നു എനിക്ക്. ഇന്നല്ലദീന കഫറു എന്താ അർത്ഥം? തീർച്ചയായും അവിശ്വാസികളായ ആളുകൾ. മിൻ അഹ്ലിൽ കിതാബി, അവിടെ അഹ്ൽ കിതാബിൽപ്പെട്ട അവിശ്വാസികളായ ആളുകൾ. വൽ മുശ്രിക്കീന, ബഹുദൈവാരാധകരിലും പെട്ട. ഫി നാരി ജഹന്നം, അവർ നരകത്തീയിലാണ്. ഖാലിദീന ഫീഹ, അതിലവർ നിത്യവാസികളായിരിക്കും. ഉലായിക, അക്കൂട്ടരത്രേ. ഹും, അവർ തന്നെയാണ് ഷർറുൽ ബരിയ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ദുഷ്ടന്മാർ, മോശപ്പെട്ടവർ. ഇന്നല്ലദീന ആമനു, തീർച്ചയായും വിശ്വസിച്ചവരാരോ അവർ, വഅമിലുസ്സാലിഹാത്ത്, സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർ, ഉലായിക, ആ കൂട്ടർ, ഹും ഖൈറുൽ ബരിയ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമർ അവരാണ്. ജസാഉഹും, അവരുടെ പ്രതിഫലം, ഇൻദ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ അവർക്കുള്ള പ്രതിഫലം, ജന്നാത്തു അദിനിൻ, അദിനിൻ്റെ തോട്ടങ്ങളാണ്, നിത്യവാസത്തിൻ്റെ തോട്ടങ്ങളാണ്. തെജിരി, തെജിരി മിൻ താഹ്തിഹ, ആ തോട്ടത്തിൻ്റെ തായ് ഭാഗത്തിലൂടെ ഒഴുകുന്നു. എന്താ ഒഴുകുന്നത്? അൽ അൻഹാർ, അരുവികൾ, നദികൾ, ആറുകൾ ഒഴുകുന്നു. ഖാലിദീന ഫീഹ, അവർ അതിൽ നിത്യവാസികളായിരിക്കും. അബദ, എന്നുമെന്നും. റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വറളു അൻഹ്, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ദാലിക ലിമൻ ഖശിയ റബ്ബ, ഈ പറഞ്ഞതൊക്കെ അവൻ്റെ രക്ഷിതാവിനെ ഭയപ്പെടുന്നവർക്കാണ്, അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്കാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. തിരിച്ചു വരാം. ആദ്യം തന്നെ അള്ളാഹു തുടങ്ങിയത് ഇന്നല്ലദീന കഫറു, ആദ്യത്തെ എന്താണ്? കഫറു, അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല കുഫാറുകളെ എന്തുകൊണ്ടാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ദുഷ്ടൻ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുള്ളത്? നമ്മളിപ്പോൾ ഏറ്റവും മോശം എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത് ഏതെങ്കിലും ചീഞ്ഞ സാധനത്തിനൊന്നുമല്ല, അല്ലേ? മനുഷ്യരുടെ കൂട്ടത്തിൽ കുഫ്ർ, എന്താ ഇപ്പം ഇത്ര വലിയ സംഗതി ചെയ്തത്? കുഫ്ർ എന്ന് പറയുന്നത് എന്താ സംഗതി? അപ്പം അത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ പറയുന്ന കാഫിർ 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 അല്ല കുഫ്ർ. കുഫ്ർ എന്ന് പറയുന്നത് ശരിക്കെന്താ? ശരിക്കും ആ പദത്തിൻ്റെ അർത്ഥം എന്താ? മറച്ചു വെക്കുക, മൂടി വെക്കുക. കൃഷിക്കാരൻ വിത്ത് മൂടി വെക്കുന്നത് പോലെ ഒരു കാര്യം മൂടി വെക്കുന്നതിനാണ് കഫറ എന്ന പദപ്രയോഗം അറബി ഭാഷയിൽ ഉപയോഗിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇവരെന്താ മൂടി വെക്കണത്? സത്യത്തെ, ഹക്കിനെ, ഹക്കീക്കത്തിനെ, ഹക്കിനെ മൂടി വെക്കുക എന്നുള്ളതാണ്. ഹക്ക് എന്ന് പറഞ്ഞാൽ എന്താ? യാഥാർത്ഥ്യം. അപ്പോൾ യാഥാർത്ഥ്യമായ കാര്യത്തെ മൂടി വെക്കുന്ന ആളുകളാരോ അവർ എന്നാണ്. അത് ആരിലൊക്കെ ഉണ്ട്? ജൂതന്മാരിലുണ്ട്, ക്രിസ്ത്യാനികളിലുണ്ട്, ബഹുദൈവാരാധകരിലുണ്ട്. മൂന്ന് വിഭാഗത്തിലും എന്തുണ്ട്? സത്യത്തെ മൂടി വെക്കുന്ന ആളുകളുണ്ട്. ബിംബാരാധന ചെയ്യുന്നവരിലൊക്കെ അതാണ്. എന്തുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ പറഞ്ഞത്? അവർക്ക് ആദ്യം സത്യം മനസ്സിലായിന്. സത്യം മനസ്സിലായിട്ടും അത് മൂടി വെക്കാം. സത്യം മനസ്സിലാവാതെ മൂടി വെക്കാൻ കഴിയില്ലല്ലോ. മൂടി വെക്കണമെങ്കിൽ എന്ത് വേണം? വിത്ത് വേണ്ടേ? അപ്പോൾ വിത്ത് അവരുടെ അടുത്തുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഏകത്വത്തെപ്പറ്റി മനസ്സിലാക്കിയ ജനവിഭാഗം, അത് മുസ്ലിങ്ങളിൽപ്പെട്ടതാവട്ടെ, ബിംബാരാധനയിൽപ്പെട്ടതാവട്ടെ, യഹൂദരിൽപ്പെട്ടതാവട്ടെ, ക്രിസ്ത്യാനിയിൽപ്പെട്ടവരാവട്ടെ, മനസ്സിലാക്കിയ ജനവിഭാഗം ആ ഹക്കിനെ മൂടി വെക്കുന്നത് കൊണ്ടാണ് അവർക്ക് കുഫാർ, ഇന്നല്ലദീന കഫറു എന്ന് അല്ലാഹു തആല വിശേഷിപ്പിക്കാൻ. അത് മാത്രമല്ല ചെയ്യുന്നത്, ഈ കുഫറിനോടൊപ്പം എന്തുണ്ടാവും? ഒരു പിടിവാശിയും കൂടി ഉണ്ടാവും. ഇനിയിപ്പോൾ ഒരാൾ സത്യം മനസ്സിലാക്കിയ ഒരാളോട്, സത്യം മൂടി വെക്കണ ഒരാളോട് അത് സത്യം ഇന്നതാണ് എന്ന് പറഞ്ഞാലും അവർക്ക് എന്തുണ്ടാവും? ഒരു പിടിവാശി ഉണ്ടാവുന്ന. അപ്പം കഫറ എന്ന് പറഞ്ഞ പദത്തിൻ്റെ ഒരർത്ഥം മൂടി വെക്കാൻ, ഒന്ന് മൂടി വെക്കാൻ.
സത്ര എന്നാണ് അറബി പറയാം. രണ്ടാമത്തെ ഒരു കാര്യം കൂടി അതിലുണ്ട്. ഇനാദ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. എന്താ ഇനാദ് അറിയണത്? നമ്മൾ കണ്ടില്ലേ മർക്കട മുസ്റ്റി, പിന്നെ പിടിവാശി എന്നൊക്കെ പറഞ്ഞു. ഓനെന്ത് പറഞ്ഞാലും ഓൻ അതിലേ നിൽക്കൂ. ആ സത്യം മനസ്സിലായിട്ടുണ്ടാവും, എന്നാലും അയിമ പിടിച്ചു തൂങ്ങി ഇങ്ങനെ നിൽക്കണതിനാണ് എന്ത് പറയാ? പിടിവാശി. അപ്പം കുഫറിൽ മറച്ചു വെക്കലുണ്ട്, പിടിവാശിയുണ്ട്. മൂന്നാമത്തത് എത്ര പറഞ്ഞാലും ഒരു അവഗണന, ഒരു നെവർ മൈൻഡ് ബോധം ഉണ്ടാവും. അതിനാണ് എന്ത് പറയാ? യറാദ് എന്ന് പറയാം. എന്താ പറയാ? യറാദ് എന്നാണ്. അപ്പം ഈ 3 ആശയം കൂടി പൂർത്തിയാകുമ്പോഴേ അള്ളാഹുത്താല ഇന്നല്ലദീന കഫറു എന്ന ആ ഗണത്തിൽ പെടുള്ളൂ. അല്ലാതെ സത്യം അറിയാത്തൊരാൾ പിന്നെ ഉണ്ടാവും ചിലപ്പോൾ. ഓനെ ശരിക്ക് കാഫിർ എന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആ പദപ്രയോഗത്തിലല്ല, മറിച്ച് സത്യം അറിഞ്ഞിട്ട് അത് മൂടിവെക്കുകയും അതിനോട് പിടിവാശി കാണിക്കുകയും അതിനോട് അവഗണന മനോഭാവത്തോടു കൂടി അതിനെ കാണുകയും ചെയ്യുന്നവരാരോ അവരാണ് ഇന്നല്ലദീന കഫറു എന്നതിൽ പെടുന്നത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്ന കാലഘട്ടത്തെ അവിടെ ആരുള്ളത്? മുശ്രിക്കുകൾ, ബഹുദൈവാരാധകർ അല്ലേ? ആ ബഹുദൈവാരാധകർ അതിൻ്റെ മുമ്പ് എന്തിലായിരുന്നു? ഇബ്രാഹിം നബിയുടെ ഹനീഫിയത്തിൻ്റെ ആ മതത്തിലായിരുന്നു അല്ലേ? ഇബ്രാഹിം നബിയുടെ അതായിരുന്നു. ആ ഇബ്രാഹിം നബിയുടെ ആ ഹനീഫിയത്ത് അവർക്ക് അറിയാം, യഥാർത്ഥ തൗഹീദ് അവർക്കറിയാം. അവരെന്ത് ചെയ്തതാണ്? മൂടി വെച്ചിട്ടുള്ളതാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് അവർക്ക് ലഭിച്ച, ഇനിയിപ്പോൾ ജൂതന്മാരാവട്ടെ ക്രിസ്ത്യാനികളാവട്ടെ, അവരുടെ വേദഗ്രന്ഥത്തിലൊക്കെ ഈ സത്യത്തെപ്പറ്റി വ്യക്തമായി അവർക്കറിയാം. ആ ജൂത പണ്ഡിതന്മാരായാലും അല്ലാത്തവർക്കൊക്കെ വേദഗ്രന്ഥത്തിൽ തൗറാത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, പിന്നെ ഇഞ്ചീൽ ഇങ്ങനെ പറയുന്നുണ്ട് എന്നുള്ള വിഷയം അവർക്ക് ശരിക്കും അറിയാം. എന്നിട്ട് അതിനെ ഗോപ്യമാക്കി വെക്കുകയാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും വലിയ കൊള്ളക്കാരാണ് ആര്? മൂടി വെക്കുക എന്നുള്ളത് അല്ലേ? എന്താ അവിടെ കൊള്ള നടത്തുന്നത്? എന്ത് കൊള്ള ഇവിടെ നടത്തുന്നത്? വഴിയോരത്തുള്ള കൊള്ളയല്ല, മറിച്ച് മതത്തിൻ്റെ ചില ഭാഗങ്ങൾ മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന ആ സത്യത്തെ അവർ മൂടി വെക്കുന്നു. ആര്? ജൂത ക്രിസ്തീയ വിഭാഗം എന്ന് മൂടി വെക്കുന്നു. അതേപോലെ വിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബിക്ക് അല്ലാഹു തആല നൽകിയ വേദഗ്രന്ഥമാണ് എന്നതും അവർ മൂടി. ഇതിനേക്കാൾ വലിയൊരു അക്രമം മറ്റെന്താ ഉള്ളത്? അള്ളാഹുവിനോട് കാണിക്കണ ഇതിനേക്കാൾ വലിയൊരു അക്രമം. എന്നാൽ ഈ കുഫാറുകളാണ് അറിവില്ലാത്ത ജഹാലത്തിനേക്കാൾ അപകടം. എന്താ? ജാഹിലീങ്ങൾക്ക് ചിലപ്പോൾ അറിയാതെ പോയതായിട്ടൊക്കെ അറിയില്ല നിൽക്കാം. അറിയാത്ത ആളുകൾക്ക് എന്താ പറയുക അറബിയിൽ? ജുഹാൽ എന്നാണ് അല്ലേ? ആ ജുഹാലിനേക്കാൾ അപകടമാണ് എന്ത്? കുഫാറുകൾ. എന്തുകൊണ്ടാ? അവർ സത്യം മൂടി വെക്കുന്നു. അത് ജാഹില് കൊണ്ട് മൂടി വെക്കണവർക്കും ജാഹിൽ എന്ന് പറയും. പക്ഷേ ആ ജാഹിലിനേക്കാൾ അപകടമാണ് കുഫാർ എന്ന് പറയുന്നത്. ജാഹിൽ ആരാ? ഓന് ചിലപ്പോൾ അറിയാതിരിക്കും. അറിയാത്തതോ ഒരു സംഗതി നമുക്ക് ചിലപ്പോൾ അറിയൂല. അതുകൊണ്ട് ചിലപ്പോൾ അതുകൊണ്ട് വലിയ അപകടം, അതൊരു അപകടം തന്നെയാണ്. പക്ഷേ ശിക്ഷയുടെ കാര്യത്തിൽ അതിന് വ്യത്യാസം ഉണ്ടാവും. എന്നാൽ അറിഞ്ഞുകൊണ്ട് മൂടി വെക്കണതിനാണ് എന്ത് പറയുക? കഫറ എന്ന പദം, ഇന്നല്ലദീന കഫറു എന്നുള്ളത് പറയുന്നത് അതാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല ഏറ്റവും ദുഷ്ടജീവികൾ എന്ന അല്ലാഹു തആല ഈ കുഫാറുകൾക്ക് മുൻഗണന നൽകാൻ കാരണം. അറിവില്ലാഞ്ഞാലും ഒരുപാട് പിന്നെ അപകടം വരുത്തും. നമുക്കൊരു കാര്യത്തെപ്പറ്റി അറിവില്ലെങ്കിലും അപകടം വരുത്തും. പക്ഷേക്കാൾ അതിനേക്കാൾ അപകടമാണ് എന്ത്? അറിഞ്ഞിട്ട് അതനുസരിച്ച് ജീവിക്കാതിരിക്കുക, അതിനെ മൂടി വെക്കുക എന്നുള്ളത് എന്നാണ്. അപ്പോൾ ഇവർക്ക് ഈ പേര് വരാനുള്ള കാരണം സത്യത്തിൻ്റെ ഹുദയുടെ മാർഗങ്ങളൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം. അതിനോട് അവരെന്ത് കൂട്ടിച്ചേർത്തതാണ്? അസത്യത്തിൻ്റെ കുറേ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഷർറുൽ ബരിയ എന്ന് അല്ലാഹു തആല അവരെ വിശേഷിപ്പിക്കാനുള്ള കാരണം എന്നുള്ളതാണ്. ഇനി നോക്കൂ നിങ്ങൾ, ചിലപ്പോൾ പിന്നെ അല്ലാഹു തആല പറയുന്നത് ഇന്നല്ലദീന കഫറു കഴിഞ്ഞിട്ട് അതേപോലെ പറയുന്നത് ഏത് വിഷയത്തെ പറ്റിയാണ്? ഇന്നല്ലദീന ആമനു എന്നുള്ളതാണ്. വിശ്വാസികളെ പറ്റിയാണ് പറയുന്നത്. എന്താ ഈ ആമന എന്ന് പറയുന്നത്? വിശ്വസിച്ചു. നമ്മളിപ്പോൾ വിശ്വാസി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ആമന വിശ്വസിച്ചു എന്നാണല്ലോ അല്ലേ? അല്ലദീന ആമനു, ഇന്നല്ലദീന ആമനു എന്നല്ല ഇവിടെ പറഞ്ഞത്.
എന്താപ്പം അള്ളാഹു തആല അതിന് ഇത്ര എടുത്തു പറയാനുള്ള കാരണം? കാഫിരീങ്ങളെ പറഞ്ഞ ഉടനെ തന്നെ ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പം ആ വിശ്വാസിക്ക് ഉണ്ടാവേണ്ട, എപ്പോഴാണ് ഒരു വിശ്വാസിയാവുക? ഞാൻ വിശ്വാസിയാണ് നിങ്ങളോട് പറഞ്ഞാൽ ഞാൻ വിശ്വാസിയാവൂലേ? ഇല്ല. ആവോ? ലോകത്ത് ഇന്ന് കാണുന്ന ബഹുഭൂരിപക്ഷം ആളുകളും ജന്മനാ വാപ്പപ്പന്മാർ മുഖേന ഇങ്ങനെ മുസ്ലിം വിശ്വാസിയായി ഇങ്ങനെ വരുന്നവരാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കണ ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് എന്ന് പറയുന്നത് ആരാ? ശരിക്കും അള്ളാഹുവിൻ്റെ ഉണ്മ, അള്ളാഹു ഉണ്ട് എന്ന ആ രഹസ്യം മനസ്സിലാക്കിയവനാ. അള്ളാഹ് ഉണ്ടോ ചോദിച്ചാൽ ചിലർ പറയാ ഉണ്ട്. എന്താ ഉറപ്പ്? അതൊന്നും എനിക്കറിയില്ല, അള്ളാഹ് ഉണ്ട്. അതല്ല എന്നാ, റബ്ബ് ഉണ്ട്, റബ്ബിൻ്റെ അസ്തിത്വം അത് ശരിക്കും അതിൻ്റെ രഹസ്യം ശരിക്കും അറിഞ്ഞ മനുഷ്യനാണ് വിശ്വാസി എന്ന. അതേപോലെ ഞാനിവിടെ ഉണ്ട്, എൻ്റെ ഉദ്ദേശം എന്താ, എന്തിനാണ് അല്ലാഹു തആല എന്നെ സൃഷ്ടിച്ചത്, എന്താണ് ഇപ്പം എനിക്കുള്ള ലക്ഷ്യം, എങ്ങോട്ടാണ് ഞാൻ പോകാനുള്ളത്. അപ്പം എൻ്റെ അസ്തിത്വത്തെ പറ്റി അറിയുകയും അറിയുമ്പോൾ അള്ളാഹുവിൻ്റെ വുജൂദിനെ പറ്റി നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെയുള്ള വിശ്വാസിക്കാണ് എന്ത് പറയാം? യഥാർത്ഥ വിശ്വാസി. അതിനെന്തു വേണം? ശരിയായ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്തിനാ അപ്പം പടച്ച തമ്പുരാൻ നമ്മളെങ്ങോട്ട് സൃഷ്ടിച്ചു വിട്ടിയാട്ട്? കുറേ മുകളിൽ കുറേ ആകാശം അല്ലേ, താഴെ കുറേ ഭൂമി, ആ ഭൂമിയിൽ ഒരുപാട് ചരാചരങ്ങൾ, കടൽ, മണ്ണ്, ഇങ്ങനെ തുടങ്ങി ഒരു മനുഷ്യൻ്റെ ആയുഷ്കാലം മുഴുവൻ എണ്ണിയാലും തീരാത്ത ചരാചരങ്ങൾ ഭൂമിയിൽ തന്നെ ഉണ്ട് അല്ലേ. നമ്മളെ മരണം വരെ നമ്മളിങ്ങനെ യാത്ര ചെയ്ത് ടൂറ് പോയി എല്ലാം കണ്ടെത്താൻ നമുക്ക് കഴിയോ? ഇല്ല. അതിന് മാത്രം സാധനം ഈ ഭൂമുഖത്ത് തന്നെ ഉണ്ട്. ഇനിയോ എത്ര ഗാലക്സികൾ, അതൊക്കെ ഇങ്ങനെ തട്ടാതെ മുട്ടാതെ ഈ ഗോളങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം. അപ്പം അതൊക്കെ ഇങ്ങനെ ചിന്തിക്കണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന് അല്ലാഹു തആല എന്തിനാ സൃഷ്ടിച്ചത് എന്നുള്ള ആ ബോധം ശരിക്കും ആ മനുഷ്യനുണ്ടാവും. അതാണ് പ്രപഞ്ചത്തെപ്പറ്റി ചിന്തിക്കുന്നവനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അള്ളാഹുവിനെ കണ്ടെത്താൻ പറ്റുള്ളൂ. അള്ളാഹുവിനെ കണ്ടെത്തിയവനാണ് വിശ്വാസിയുടെ ഒന്നാമത്തെ സ്വഭാവം. അള്ളാഹ് ഉണ്ട് എന്ന് ശരിക്കും അത് ബോധ്യം വേണം. അല്ലാതെ ഏകദേശം പാപ്പിമ്മയൊക്കെ ഇങ്ങനെ പറഞ്ഞു, മറ്റവരൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ ആ സയൻറ്റിസ്റ്റൊക്കെ ഇങ്ങനെ പറഞ്ഞിന് അതുകൊണ്ട് ഞാനും അതിൻ്റെ കൂടെയാണ്. അല്ല, അള്ളാഹു എനിക്ക് തന്ന ബുദ്ധി അനുസരിച്ച് റബ്ബിനെ കണ്ടെത്താൻ സാധിക്കുന്നുവെങ്കിൽ അതാണ് ഇന്നല്ലദീന ആമനു എന്നതിലെ ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ. ഇനി അത് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ വഴി, ഈ ദുനിയാവിൽ എത്ര ആളുകൾ മരിച്ചുപോയി അല്ലേ, അവരൊന്നും തിരിച്ചു വന്നില്ല. നമ്മളിപ്പോൾ ഒരു നടപ്പാതയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നത് പോലെ ഈ ദുനിയാവിൽ നമ്മൾ കുറേ കാലം ജീവിച്ചും ആ നടപ്പാത അവസാനിക്കുമ്പോൾ നമ്മളും തിരിച്ചു പോകും അല്ലേ. ആലോചിച്ച് നോക്കൂ. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ ഭാഷയിൽ ഈ ദുനിയാവ് പ്രവർത്തിക്കാനുള്ള ഒരു ഗേഹം മാത്രമാണ്. ഇവിടെ അതിന് പ്രതിഫലം ശരിക്കും കിട്ടുന്നുണ്ടോ? നമ്മളിപ്പോൾ അധ്വാനിക്കണതിന് ശരിക്കും കൂലി ഇവിടെ കിട്ടുന്നുണ്ടോ? ഇല്ല. എന്തിനാ അപ്പം ഞാൻ എൻ്റെ വാപ്പക്കും ഉമ്മക്കും ആശ്രിതർക്കും എൻ്റെ ഭാര്യക്കും കുട്ടിയൊക്കെ കൊടുത്തിട്ട് അപ്പോക്കിന് എനിക്ക് ഷുഗറായി, ഒരു കുബുസ് പോലും തിന്നാൻ കഴിയൂല, ഓലൊക്കെ വലുതായി വരുമ്പോൾ എന്തിനാ അപ്പം ഞാൻ ഓൽക്ക് കൊടുക്കണത്? ഞാൻ ഉണ്ടാക്കിയത് എന്തിനാ കൊടുക്കണത്? ആലോചിച്ച് നോക്കി നിങ്ങൾ. എന്തിനാ അപ്പം ഇത്ര വലിയ കാശ് കൊടുത്ത് ഓലൊക്കെ വിദ്യാഭ്യാസത്തിൽ ഇങ്ങനെ പോറ്റി ഓല ഉന്നതിയിലേക്ക് 5 പൈസ എനിക്ക് കിട്ടും ഓലോട്? ചിലപ്പോൾ ഒരു 5 പൈസ കിട്ടിയാൽ തന്നെ അത് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ആലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പം റബ്ബ് തമ്പുരാൻ നമുക്ക് പ്രവർത്തിക്കാനുള്ള ഒരുപാട് മേഖലകൾ ഇങ്ങനെ ചുരുങ്ങിത്തരാം. ആരാണ് റബ്ബിൻ്റെ ഇതനുസരിച്ച്, റബ്ബിൻ്റെ കൽപ്പനയനുസരിച്ച് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല ഈ ദുനിയാവിനെ ഒരു പ്രവർത്തന മേഖലയാക്കി വിട്ടത്. എന്നാൽ പരലോകത്ത് നമ്മൾ അധ്വാനിക്കണോ? അധ്വാനിക്കണ്ട. ഒരു കുബുസിന് വേണ്ടി ഒരു മിനിറ്റ് പോലും നിങ്ങൾ അധ്വാനിക്കണ്ട എന്നുള്ള. ഇവിടെ അധ്വാനിച്ചതിൻ്റെ ഫലമാണ് ആ പരലോകത്തുള്ളത് എന്നാ. അവിടെ ദുനിയാവ് അധ്വാനത്തിൻ്റെ ഗേഹമാണ്, പരലോകം ആഗ്രഹങ്ങളുടെ എന്താണോ ഇച്ഛിക്കുകയും മോഹിക്കുകയും ചെയ്തതൊക്കെ ലഭിക്കണ സ്ഥലമാണ് ആ പരലോകം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദുനിയാവിൽ ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും. ആ ഉത്തരവാദിത്തൻ്റെ സ്ഥലമാണ് ദുനിയാവ്. എന്നാൽ പരലോകത്തോ അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. അവിടെ ആദരിക്കുന്ന ഗേഹമാണ് ആ പരലോകം എന്ന് പറയും.
ദുനിയാവ് ഓരോ സെക്കൻഡിലും ഇങ്ങനെ നടന്ന് നീങ്ങുകയാണ്. നമ്മളറിയാതെ ആ ദുനിയാവ് നമ്മളെ വേർപെട്ടു പോവും, അല്ലെങ്കിൽ ദുനിയാവ് നമ്മൾ വേർപെട്ടു പോവും അല്ലേ? ഇങ്ങനെയൊക്കെയുള്ള ഈ ദുനിയാവ് നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ളത് പരലോകത്തേക്ക് നേട്ടമുണ്ടാക്കാനുള്ള ഒരു ഗേഹം മാത്രമാണ് ഇവിടെ. അതുകൊണ്ട് ഈ ദുനിയാവ് ശരിക്കും ഉപയോഗപ്പെടുത്തുന്ന ഒരാൾക്കേ നാളെ സ്വർഗത്തിലും പ്രവേശിക്കാൻ കഴിയുള്ളൂ. ദുനിയാവ് ഒക്കെ കിട്ടിയിട്ട് അതൊന്നും ഉപയോഗിക്കാതെ ഇങ്ങനെ ഒരു കാനേശകുമാരി മുസ്ലിമായിട്ട് ഇങ്ങനെ അധ്വാനിക്കാതെ ആക്കെ ഇങ്ങനെ വരുമാനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞ് അധ്വാനിക്കാതെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നാളെ പരലോകത്ത് ആ സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കില്ലെന്ന്. എന്താ തെളിവ്? വഖാലു, സ്വർഗവാസികളായ ആളുകൾ നാളെ സ്വർഗത്തിൽ അങ്ങോട്ട് പ്രവേശിച്ചാൽ അവർ പറയുന്ന ആദ്യത്തെ വാക്ക് അൽഹംദുലില്ലാ, അള്ളാഹുവിനാണ് സർവസ്വതി. എന്നിട്ട് ഒരു പറയാം അല്ലദീ സദഖനാ വഅദ, ആ അള്ളാഹു ദുനിയാവിൽ വെച്ച് ഞങ്ങൾക്ക് ചെയ്തിരുന്ന വാഗ്ദാനം സത്യസന്ധമായി പുലർത്തിയിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് അൽഹംദുലില്ലാ. പിന്നെ വഔറസനൽ അർള നതബവഉ മിനൽ ജന്നത്തി ഹൈസു നശാ, ഞങ്ങൾ ഉദ്ദേശിക്കുന്നിടത്ത് ഇച്ഛിച്ചയിടത്ത് വെച്ച് ആ സ്വർഗഭൂമിയിൽ ഞങ്ങൾക്ക് സൗകര്യം നൽകിയ ആ അള്ളാഹു എന്നുള്ളതാണ്. ഫനിഅമ അജ്റുൽ ആമിലീൻ, അതുകൊണ്ട് അധ്വാനിക്കുന്നവരുടെ പ്രവർത്തനം എത്ര നല്ല പ്രതിഫലമാണ് അധ്വാനിക്കുന്നവരുടെ പ്രവർത്തനം ആ സ്വർഗത്തിൽ നമുക്ക് ലഭിക്കാനുള്ളതെന്ന്. അപ്പോൾ ആലോചിച്ച് നോക്കുക, സ്വർഗം ലഭിക്കുന്നത് അത് ഈ ദുനിയാവിൽ വെച്ച് അധ്വാനശീലമുള്ളവർക്കാണ്. അപ്പോൾ അധ്വാനിക്കുമ്പോൾ നമ്മൾ എന്തു വേണം? റബ്ബിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഏത് കാര്യവും. അത് എ മുതൽ സെറ്റ് വരെ. എന്തിനാ അപ്പം ഞാൻ അങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു കുപ്പിച്ചില്ലുണ്ട് അല്ലേ, അവിടെ നോട്ടെ, ആ ശൗക്കത്തിൻ്റെ കാലിന് കുത്തിക്കോട്ടെ, എന്നിട്ട് എനിക്ക് ചിരിക്കാം എന്ന് ഞാൻ വിചാരിച്ചാൽ അത് തെറ്റാ. നേരെ മറിച്ച് എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ കാലിന് കുത്തും എന്ന് പറഞ്ഞ് ഞാനത് മാറ്റി വെച്ചാലോ, വേസ്റ്റും കൊട്ടേക്ക് അല്ലെങ്കിൽ മറ്റിടത്തേക്ക് മാറ്റി വെച്ചാൽ അതെനിക്ക് പ്രതിഫലം ലഭിക്കും. ആലോചിക്കും, ഏത് കാര്യവും ഞാൻ കാണുമ്പോൾ ഒന്ന് ചിരിക്കുക, ആ തബസ്സുമു സദഖ അല്ലേ, അതേപോലെ ഒന്ന് ഷെയ്ക്കാൻ്റെ കൊടുക്കുക, എല്ലാം പ്രതിഫലം കിട്ടും. വെറും നമസ്കാരം നോമ്പ് മാത്രമല്ല, മറ്റ് ചെറിയ ചെറിയ കാര്യങ്ങളും പിന്നെ ഉദ്ദേശശുദ്ധി ഉണ്ടെങ്കിൽ അതിനൊക്കെ പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു ലക്ഷ്യബോധമുണ്ട്. എന്തിനാ പടച്ചോൻ നമ്മളെ ദുനിയാവിലേക്ക് ഇങ്ങോട്ട് വിട്ടത്? ഞാനും നിങ്ങളും എൻ്റെ ബാപ്പിൻ്റെ ഉമ്മ ആഗ്രഹിച്ചിട്ടല്ലല്ലോ ഞാനിട്ട് വന്നത് അല്ലേ? അള്ളാഹു എന്തിനാ അപ്പം ഇങ്ങോട്ട് വിട്ടത്? എന്നിട്ട് കുറേ കാലം എനിക്കിങ്ങനെ ആരോഗ്യം നൽകി, പിന്നെ ആരോഗ്യമൊക്കെ ക്ഷയിച്ച്, പിന്നെ ഞാനറിയാതെ തന്നെ ദുനിയാവിൽ നിന്ന് പെട്ടെന്ന് ഞാൻ തിരിച്ചു പോകുന്നു. എന്താ അപ്പം ഇതിൻ്റെയൊക്കെ ഉദ്ദേശം അല്ലേ? ആ ദുനിയാവിൽ വന്ന കാലത്ത് നമ്മുടെ രക്ഷിതാവായ റബ്ബായ പോറ്റി വളർത്തിയ അള്ളാഹു നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ട് ആ റബ്ബിനെ ഒത്തിരി ഇബാദത്ത് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ അറിഞ്ഞുകൊണ്ട് ആ ഇബാദത്ത് ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് അടുക്കാൻ സാധിച്ചാൽ അവനാണ് ഏറ്റവും വലിയ മുത്തക്കി എന്ന് പറയുന്നത്. അപ്പോൾ വിശ്വാസപരമായ മേഖലയും പിന്നെ സ്വഭാവപരമായ മേഖലയും രണ്ടു കൂടി റെഡിയാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ വിശ്വാസമാകും. അതുകൊണ്ടാണ് അല്ലാഹു തആല ഇന്നല്ലദീന ആമനു എന്ന് പറഞ്ഞ് നിർത്തിയിട്ടില്ല. പിന്നെന്താ പറയുന്നത്? വഅമിലു സ്വാലിഹാത്ത്, രണ്ട് ഭാഗവും ക്ലിയർ ആവണം അല്ലേ? വിശ്വാസം എന്ന് പറഞ്ഞിങ്ങനെ പോയാൽ പോരാ. ഇനി ഒന്നുകൂടി ആലോചിച്ച് നോക്കുങ്ങൾ, എന്തിനാ പടച്ച തമ്പുരാൻ ഒരു വിശ്വാസി എപ്പോഴാണ് ഒരു വിശ്വാസിയാവുന്നത്? നമ്മൾ ഭൗതികമായി ചിന്തിക്കുക. ഒരു ഡോക്ടറെ നിങ്ങൾ എപ്പോഴാണ് ഡോക്ടർ എന്ന് വിളിക്കുക? എപ്പോഴാണ് വിളിക്കുക? ഒരു ഡോക്ടറെ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ നിങ്ങൾ എപ്പോഴാണ് വിളിക്കുക? ഞാൻ ഇപ്പം എൻ്റെ വീടിൻ്റെ അകത്ത് ദക്തൂർ സൈദലവി എന്ന് എഴുതി വെച്ചു. നിങ്ങൾ അംഗീകരിക്കുമോ? ഇല്ല, നിങ്ങൾക്കറിയാം ഞാൻ ഡോക്ടറല്ലാന്ന് അല്ലേ? അങ്ങനെ എഴുതി വെച്ചതുകൊണ്ട് കാര്യമില്ല, നിങ്ങൾ അംഗീകരിക്കൂല. എന്നാൽ അംഗീകരിക്കപ്പെടുന്ന ഡോക്ടറാവണം എപ്പോഴാണ്? അയാൾ LKG മുതൽ പഠനം വേണം അല്ലേ? LKG പോകണം, പിന്നെ പ്രൈമറി ക്ലാസ്സിൽ പോകണം, അപ്പർ പ്രൈമറി പോകണം, സെക്കൻഡറി പോകണം, പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഡിഗ്രിയും ഡിപ്ലോമയും മാജിസ്റ്ററും അങ്ങനെ കഴിഞ്ഞ് ഘട്ടം ഘട്ടമായി ഉയർന്ന് ഏകദേശം ആ കുട്ടി ഒരു യഥാർത്ഥ PG കഴിഞ്ഞ ഡോക്ടറാകുമ്പോൾ ഒരു 10-30 വയസ്സായിട്ടുണ്ടാവും അല്ലേ? ആലോചിച്ച് നോക്കുക നിങ്ങൾ. ആ പഠന ചെറുപ്പകാലം മുതൽ 30 കൊല്ലം അല്ലെങ്കിൽ ഒരു 27 കൊല്ലം അത്രയും പഠിച്ചിട്ടാണ് ഒരു ഡോക്ടർ എന്ന് നമ്മൾ വിളിക്കണത് അല്ലേ? എങ്കിൽ ആ പഠനമില്ലാത്ത ഒരാളെ നമ്മൾ ഡോക്ടറായി അംഗീകരിക്കുമോ? അംഗീകരിക്കൂല, ആരും അംഗീകരിക്കൂല.
അല്ലേ? അതിൻ്റെ പിന്നാമ്പുറത്ത് ഒരുപാട് അധ്വാനമുണ്ട്. ഓനെ നമ്മൾ ഡോക്ടർ എന്ന് വിളിക്കണത്. എങ്കിൽ ആലോചിച്ച് നോക്കുങ്ങൾ, ഒരു വിശ്വാസിയെ എപ്പോഴാണ് ഞാൻ ഇപ്പം എൻ്റെ മുസ്ലിമായ വാപ്പയ്ക്ക് ജനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിശ്വാസി എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂല എന്നുള്ളതാണ്. എന്താന്ന് വെച്ചാൽ ഒരു വിശ്വാസിക്ക് ഉണ്ടാവേണ്ട ക്വാളിഫിക്കേഷൻ ഓന് ശരിക്ക് വളർന്ന് പഠിച്ച് അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടുണ്ടോ, ഘട്ടം ഘട്ടമായിട്ട് റബ്ബിനെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ എവിടുന്ന് തുടങ്ങണം? ഉമ്മൻ്റെ ഗർഭപാത്രത്തിൽ ഞാൻ ആരായിരുന്നു, അല്ലേ? എവിടുന്നാ ഞാൻ വന്നത്? ആലോചിക്കണം, പഠിക്കണം. അങ്ങനെ പഠിച്ച് ഘട്ടം ഘട്ടമായി ആ റബ്ബിൻ്റെ അസ്തിത്വത്തെ, ആ റബ്ബിൻ്റെ വുജൂദിനെ ശരിക്കും ഇങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുമ്പോഴേ ഒരു വിശ്വാസിയാവുള്ളൂ, അല്ലേ? നമ്മൾ ഒക്കെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ പിന്നെ ചെറിയ ആ ഗർഭത്തെ ശിശുവാകുമ്പോൾ എങ്ങനെ നമ്മളൊരു ശിശുവായി മാറുന്നത്? ഒരു പുരുഷൻ ഒരു സങ്കലനത്തിൽ ആ പിന്നെ സ്രവിപ്പിക്കുന്ന എത്ര പിന്നെ ഹവീനുണ്ട്. എന്തായാലും പറയൽ നിങ്ങൾ? ഹവീൻ എന്നാ പറയല്. ഇംഗ്ലീഷുകാരും അതന്നെ പറയില്ല. അത് ശരിക്കും അറബിയാ. ബീജം ഹൊയിൻ ഹൊയിൻ എന്നറിയാം അതവർ പറയല്. എന്താ അതിൻ്റെ സ്പെല്ലിംഗ് ഒന്നും എനിക്കറിയില്ല. അപ്പോൾ അത് ശരിക്കും അറബിയാ. ഹവീൻ എന്ന് പറഞ്ഞാൽ നേത്രങ്ങളെ കൊണ്ട് കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മമായ ചെറിയ ജീവിന. നമ്മൾ ഏതുപോലെ ഉണ്ടാവും അത്? കുളത്തിലൊക്കെ മഴക്കാലത്ത് പോയാൽ തവളമുട്ടിൽ കണ്ടില്ല നിങ്ങൾ? അതേപോലെ ആ തവളമുട്ടിൽ എത്ര ഉണ്ടാവും? കോടിക്കണക്കിനുണ്ടാവും ചിലപ്പോൾ, അല്ലേ? ഇതേപോലെ ഒരു പുരുഷൻ സ്രവിപ്പിക്കുന്ന ഒരു സമയത്ത് ഒരു ഇന്ദ്രിയത്തുള്ളിൽ എത്രയോ മില്യൺ കണക്കിന്, അതൊക്കെ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കാം, എത്രയോ മില്യൺ കണക്കിന് ഹവീൻ ഇതുണ്ട്. അതിലൊന്ന് മാത്രമാണ് സ്ത്രീയുടെ അണ്ടം ശക്തനും മല്ലനുമായ ഒരു ഹവീൻ മാത്രമാണ് ആര് സ്വീകരിക്കുന്നത്? അണ്ടം ആ അണ്ടം അത് സ്വീകരിച്ച് ഘട്ടം ഘട്ടമായി ഞാൻ എന്ന വ്യക്തിയായി മാറുന്ന അവസ്ഥകൾ ആലോചിച്ച് നോക്കൂ, അല്ലേ? ആ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നമുക്ക് വളരാനുള്ള പിന്നെ എന്തൊക്കെ തന്നിട്ടുണ്ട് അല്ലാഹു തആല? എല്ലാ സൗകര്യം അവിടെ ഒരു സ്വർഗലോകം തന്നെ ആ ഗർഭപാത്രത്തിൽ അല്ലാഹു തആല പണിതിട്ടുണ്ട്. ശ്വസിക്കാനുള്ള വായു അത് അല്ലാഹു അവിടെ നിക്ഷേപിച്ച് വെച്ചിട്ടുണ്ട്, അല്ലേ? ആദ്യം തന്നെ നമ്മൾ പിന്നെ ഏകദേശം 26 മാസം അല്ലെങ്കിൽ 27 ആഴ്ച 6.5 മാസം ആവുമ്പോൾ നമ്മൾ കേൾക്കാൻ തുടങ്ങും, അല്ലേ? കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ കേൾക്കുകയാണ്. എന്താ കുട്ടി കേൾക്കുന്നത്? ഉമ്മയുടെ ഹൃദയം പിടിപ്പ് കേൾക്കും, ഉമ്മയുടെ ആമാശയത്തിലെ കളകള ശബ്ദം കേൾക്കും, അല്ലേ? അതുകൊണ്ടാണല്ലോ ഈ കുട്ടിക്ക് ഏറ്റവും പരിചയമുണ്ടാവുന്ന ശബ്ദം ഉമ്മയുടെ ഹൃദയമിടിപ്പായിരിക്കുന്ന. നമ്മളിപ്പോൾ ഒരു മൂർഖൻ പാമ്പിനെ കണ്ട് പേടിച്ച് വരുന്ന കുട്ടിയെ ഉമ്മ എന്താ ചെയ്യുക? ഇവിടേക്കും കിട്ടുക പാറത്തോടും കിട്ടും പിന്നെ അറ്റാച്ച് ചെയ്ത് പിടിക്കണതാണ്. എന്തിനാണ്? ആ ശബ്ദം കെട്ട് കേട്ടാൽ ഓന് തൃപ്തനായി, ഓൻ നിർഭയത്തുള്ള, ഓന് പിന്നെ പേടിയില്ല. അവിടെ തിരിഞ്ഞിട്ട് ആ മൂർഖൻ പാമ്പിൻ്റെ നേരവും ചിരിക്കും ചിലപ്പോൾ. കണ്ടില്ല നിങ്ങൾ? എന്തുകൊണ്ടാണ്? ആ ശബ്ദം കുട്ടിക്ക് പരിചയമുള്ളതാണ്, അല്ലേ? അപ്പോൾ ഉമ്മയുടെ ശബ്ദം, ആ ഹൃദയമിടിപ്പിൻ്റെ ശബ്ദം ആ ഗർഭപാത്രത്തിൽ തന്നെ കുട്ടി മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വളർന്ന് അവിടുന്ന് എല്ലാം നമുക്ക് ലഭിച്ച് നമ്മൾ പുറത്തു പോന്ന് ആലോചിക്കും. ഘട്ടം ഘട്ടമായി ഇങ്ങനെ വളരുമ്പോൾ ആദ്യം തന്നെ ആ പിന്നെ കുട്ടി കേൾക്കുന്ന ആ ശബ്ദവും അതൊക്കെ ഇങ്ങനെ പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഏകദേശം 2 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് അവൻ്റെ കണ്ണിന് കാഴ്ച ഉണ്ടാവുക. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് കേൾക്കാൻ തുടങ്ങണമെങ്കിലും കാഴ്ച ഉണ്ടാവുന്നത് എപ്പോഴാണ്? എത്തിരി ദിവസം കഴിഞ്ഞിട്ട്. ആദ്യം എന്താ കാണുക? ആദ്യം കുട്ടി ആദ്യത്തെ ദിവസം കാണൂല, 2ാമത്തെ ദിവസം കാണൂല, കണ്ണിങ്ങനെ ഓർക്കുന്നുണ്ടാവും പക്ഷെ കാണൂല. എന്താ ആദ്യം കാണുക? ഏതാ കാണുക? കറുപ്പും വെളുപ്പും മാത്രമേ കാണൂ, മറ്റു നിറങ്ങളൊന്നും കാണൂല എന്നാ. ആലോചിച്ച് നോക്കി നിങ്ങൾ. എന്നാ ശബ്ദം നിങ്ങളൊരു ഒച്ച ഉണ്ടാക്കി നോക്കി ഞെട്ടിപ്പോവും. നിങ്ങൾ ആ കണ്ണിൻ്റെ അടുത്ത് ഇങ്ങനെ വീശി നോക്കി, കുട്ടിക്കൊരു കൂസലുമില്ല, കാരണം കാണില്ല. കറുപ്പും വെളുപ്പുമാണ് 2 3 ദിവസം. അതിനൊരു മണിക്കൂറുണ്ട്, എത്രയോ ദിവസവും മണിക്കൂറൊക്കെ ഉണ്ട്. ആ സമയം കഴിഞ്ഞിട്ടാണ് കുട്ടി കാണാൻ പോകുന്നത്. ആലോചിച്ച് നോക്ക്, എന്താ പഠിച്ചോ ഇതൊക്കെ എങ്ങനെ സൃഷ്ടിച്ചു വെച്ചത്? അതൊക്കെ ഇങ്ങനെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ പറ്റി തന്നെ ഇങ്ങനെ ചിന്തിക്കണം. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റബ്ബിൻ്റെ അസ്തിത്വത്തെപ്പറ്റി ശരിക്കും അറിയും. ഒന്നും വേണ്ട, വളർന്ന് ആ തലയിൽ ഇങ്ങനെ രോമുണ്ടാവും. ഒരു മനുഷ്യൻ്റെ തലയിൽ എത്ര രോമുണ്ട്, എത്ര മുടി ഉണ്ടാവും? ശാസ്ത്രം കണക്കാക്കണം എത്ര 3 ലക്ഷം. 3 ലക്ഷം ഗൂഗിൾ ചെയ്ത് നോക്കാം. 3 ലക്ഷത്തോളം മുടി ഒരു മനുഷ്യൻ്റെ തലയിലുണ്ടാവും. ഓരോ മുടിയും വളരണമെങ്കിൽ എന്തു വേണം? എന്താ വേണ്ടത്? അതിന് വേണ്ട പോഷകാഹാരം വേണം,
അതിന് വേണ്ട പിന്നെ ഇതൊക്കെ വേണം, ഞാടി ഞരമ്പുകൾ അവിടേക്ക് ചോരെത്തിക്കാനും ഇതെത്തിക്കാനും നല്ല വളർച്ച ഉണ്ടാവുള്ളൂ. മറ്റവയവങ്ങൾ വളരുന്നത് പോലെ ഈ മുടിക്കും ഓരോ മുടിയുടെ സുസ്ഥിരത്തിനും അത് ആവശ്യമാണ്. ആലോചിച്ച് നോക്കൂ, ആരാണ് ഇതൊക്കെ സംവിധാനിച്ച് വെച്ച്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ് അല്ലേ? ഒരു മുടി എന്നാലോ ശരീരത്തിൻ്റെ മറ്റു ഭാഗത്തൊക്കെ ഒരു കത്തി പറ്റിയ വേദന, അവിടെ ചോരയും വലിച്ചു. എന്നാൽ തലമുടിയിലൊരു കട്ട് ചെയ്യുമ്പോൾ ചോര പോകുന്നുണ്ടോ? എത്ര സുന്ദരമായിട്ടാണ് റബ്ബ് സമ്പുരാൻ നമ്മുടെ തലമുടിയൊക്കെ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. ഇങ്ങനെ ആ കണ്ണാവട്ടെ, കാതാവട്ടെ, കയ്യാവട്ടെ, കാലാവട്ടെ, എന്താവട്ടെ, ഏത് കാര്യത്തെപ്പറ്റി നമ്മൾ പഠിക്കുമ്പോഴും ആ റബ്ബിൻ്റെ അസ്തിത്വം ശരിക്കും നമ്മുടെ മുമ്പിലുള്ളത് പോലെ, ആ പടച്ചോനെൻ്റെ മുമ്പിലുള്ളത് പോലെ നമ്മൾ നമ്മളെപ്പറ്റി തന്നെ പഠിച്ചാൽ മതി അല്ലേ? അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മെപ്പറ്റി പഠിക്കാനും തുടർന്ന് കൊണ്ട് പ്രപഞ്ചത്തെപ്പറ്റി ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ എന്ന് പറയുന്നുണ്ട് അല്ലേ? ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ, രാപ്പകലുകൾ മാറി വരുന്നതിൽ, അതേപോലെ തന്നെ മനുഷ്യൻ്റെ തന്നെ സൃഷ്ടിപ്പിൽ, ഇതിലൊക്കെ ചിന്തിക്കണ മനുഷ്യന്മാർക്ക് ഒരുപാട് പാഠങ്ങളുണ്ടെന്ന്. അതങ്ങോട്ട് ശരിക്കും മനസ്സിലാക്കുമ്പോൾ, പഠിക്കുമ്പോൾ, അതാണ് ശരിക്കൊരു ഡോക്ടറായ മനുഷ്യൻ. ഓൻ ശരിക്കും അള്ളാഹിനെ ഇങ്ങനെ ശരിക്കും കാണുന്ന പഠിച്ചൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആൻ എന്താ പറയുന്നത്? ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാഹുന. പഠിച്ചവരാണ് റബ്ബിനെ ഭയപ്പെടേണ്ട വിധം ഭയപ്പെടുക എന്നാൽ. നമ്മൾ ഏതൊരു കാര്യത്തെ ചെറിയ കാര്യം പഠിച്ചാൽ മതി അല്ലേ? എന്ത് നമ്മളൊരു നഖോ അല്ലെങ്കിൽ ഒരു സ്കിന്നോ അല്ലെങ്കിൽ നമ്മളെ കണ്ണിൻ്റെ പൂരികോ അല്ലെങ്കിൽ കണ്ണിൻ്റെ മറ്റേതെങ്കിലും ഭാഗമോ ചെവിയുടെ ഏതെങ്കിലും പിന്നെ കർണപുടോ എന്ത് പഠിച്ചാലും അതിലൊക്കെ റബ്ബിനെ കണ്ടെത്താൻ നമുക്ക് സാധിക്കും. അങ്ങനെ കണ്ടെത്തിയ ഒരു മനുഷ്യനാണ് യഥാർത്ഥത്തിൽ എന്ത് പറയുക, വിശ്വാസി എന്ന് പറയും. നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ എന്ന് വിളിക്കണമെങ്കിൽ എത്രയോ ഘട്ടങ്ങൾ അതിൻ്റെ പിന്നാലെ കടന്നു പോയിട്ടുണ്ടാവും. ഇതേപോലെ റബ്ബിന് ഞാനൊരു വിശ്വാസി എന്ന് പറയണമെങ്കിൽ ഓൻ റബ്ബിനെ എത്രമാത്രം മനസ്സിലാക്കിയോ അത്രമാത്രം ആ വിശ്വാസിയുടെ ഗ്രാഫ് ഇങ്ങനെ കൂടും. അതുകൊണ്ടാണ് അല്ലാഹു തആല എന്ത് പറയുന്നത്? ഇന്നല്ലദീന കഫറു പറഞ്ഞ ഉടനെ തന്നെ ഖുർആനിൽ പറ്റിയിട്ട് കാണാം ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് എന്ന് ആവർത്തിച്ച് പറയാനുള്ള ഒരു സൂത്രവും അതാണ് അല്ലേ? അപ്പം നമ്മൾ പിന്നെ നമുക്കിങ്ങനെ തോന്നിയാൽ പോരാ ഞാൻ വിശ്വാസിയാണ്, എൻ്റെ ബാപ്പയൊക്കെ വിശ്വാസികളേനി, ഞങ്ങളൊക്കെ മുസ്ലിങ്ങളേനി എന്ന് തോന്നലല്ല. അങ്ങനെ തോന്നിയത് കൊണ്ട് വിശുദ്ധ ഖുർആൻ പറയണ ആ ഗണത്തിൽ ഞാനും നിങ്ങളും പെടൂല. അപ്പം ആദ്യം ഞാൻ വന്നതിന് ശേഷം ഈ പ്രപഞ്ചത്തെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ? എന്നെപ്പറ്റി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടോ? അള്ളാഹു അവതരിപ്പിച്ച ഖുർആൻ ഞാൻ പഠിച്ചിട്ടുണ്ടോ? ആ ഖുർആനിൻ്റെ ആയത്തുകൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടോ? അത് ശരിക്കും അതിൻ്റെ വ്യാഖ്യാനം, അതിൻ്റെ തഫ്സീർ, അതിൻ്റെ പിന്നെ ഗ്രാഹ്യത, ആ പിന്നെ സത്ത രഹസ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അതിൻ്റെ പിന്നെ ആകത്തുക നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അതിന് പഠിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ വല്ല സമയം ചെലവഴിച്ചിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ ഉള്ള ഒരാളെ എന്തു പറയുള്ളൂ? വിശ്വാസി എന്ന് പറയും അല്ലേ? ഒരു ഡോക്ടർ പഠിക്കുമ്പോൾ എന്ത് വേണം? അയാൾ ആദ്യം തന്നെ ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും അതുമായി ബന്ധപ്പെട്ട ഓപ്പറേഷനും കീറലും മുറിക്കലും ഒക്കെ ഉണ്ടാവില്ലേ? ഒരുപാട് ഘട്ടം ഉണ്ടാവില്ലേ? ആ ഘട്ടങ്ങളിലൂടെ പോയ ഒരാളെ അയാളെ ശരിക്ക് ത്വബീബ് ഡോക്ടർ എന്ന് പറയാവൂ അല്ലേ? ഇതേപോലെ പഠിച്ച പിന്നെ ഗവേഷണം ചെയ്ത റബ്ബിനെ മനസ്സിലാക്കിയ ശരിക്കും റബ്ബിനെ മനസ്സിലാക്കിയൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്ത് പറയാൻ പാടുള്ളൂ? വിശ്വാസി എന്ന് പറയാൻ പാടുള്ളൂ എന്നുള്ളതാണ്. പിന്നെ അമിലു സ്വാലിയാത്ത് എന്ന് അള്ളാഹു അവിടെ അറ്റാച്ച് ചെയ്തത് വിശ്വാസി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല, ആ പഠിച്ച കാര്യം നമ്മുടെ ജീവിതത്തിൽ അത് ഒരു ചലനമായി ഉണ്ടാവണം എന്നാണ് അല്ലേ? അള്ളാ ഉണ്ട് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ആ അള്ളാ ഉണ്ട് എന്നെൻ്റെ ജീവിതത്തിൽ ഞാൻ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം എന്നാണ്. അതാണ് അമിലു സ്വാലിയാത്ത് എന്ന് പറയുന്നത്. അള്ളാ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോരാ എന്നുള്ളതാണ്. എന്താ അപ്പം ഞാൻ കാണിച്ചു കൊടുക്കുന്നത്? ഞാൻ ഇപ്പം മറ്റുള്ളവർക്ക് അള്ളാഹു ഉണ്ട് എന്നെങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക? ആ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പം നമസ്കരിക്കുന്നു. എന്തുകൊണ്ട് നിസ്കരിക്കുന്നു? എൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിനോട് നിസ്കരിക്കാൻ പറഞ്ഞു. ആ നിസ്കാരമാണ് ഞാൻ നിസ്കരിക്കുന്നത്. അതാണ് നിങ്ങൾ കാണുന്നത് അല്ലേ? അപ്പം അള്ളാഹ് ഉണ്ട് എന്നുള്ള ആ വിശ്വാസം ആ സൃഷ്ടാവായ അള്ളാഹു എന്നോട് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ വഅമിലുസ് സാലിഹാത്ത് എന്ന ഗണത്തിൽ നമ്മൾ ഉൾപ്പെടും. അതുകൊണ്ടാണല്ലോ ഒരു ദിവസം 17 പ്രാവശ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് നമ്മളോട് പറയാൻ പറഞ്ഞ കാര്യം ഏതാ? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, പിന്നെന്താ? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം
വലല്ലാലി. എന്തിനാ അപ്പം അങ്ങനെ പറയുന്നത്? പടച്ചോനെ നേരായ പാതയിലേക്ക് എന്നെ മാർഗം കാണിക്കണമേ. പിന്നെതാ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്തവരുടെ മാർഗം. ആരാണ് ഈ അനുഗ്രഹം ചെയ്തവരുടെ മാർഗം എന്ന് പറയുന്നത്? വിശ്വാസികളായ ആ ആളുകൾ ഇല്ലേ? ആരൊക്കെയാണ് അവർ? സലഫ് സാലികൾ, സഹാബത്ത് ഇല്ലേ? ആ സഹാബത്തുപ്പെട്ട സലഫ് സാലികളായ ആളുകൾ, ശുഹദാക്കളായ ആളുകൾ, അതേപോലെ പ്രവാചകന്മാരായ ഇവർക്കൊക്കെ ഉള്ള ക്വാളിഫിക്കേഷൻ എന്താ? ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് അല്ലേ? പ്രവാചകന്മാർക്കൊക്കെ ഇപ്പം എന്താ ഉള്ളത്? കുറേ സമ്പത്താ, ഓല് കുറേ ഡോക്ടറേറ്റ് എടുത്തതാ, മാസ്റ്റർ ഡിഗ്രി എടുത്തതാ, അതൊന്നുമല്ല അവർക്കുള്ളത്. അവർക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. ഇതാണ് ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ. അത് ആർക്ക് ലഭിച്ചോ അവനാണ് യഥാർത്ഥ വിശ്വാസി. അതുകൊണ്ടാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, പടച്ചോനെ നീ അനുഗ്രഹം ചെയ്തവർ എന്ന് പറയുന്നത് ഈ ക്വാളിഫിക്കേഷനുള്ള ആളുകളാണ്. നബിയും അമ്പിയാക്കളും സഹാബത്തും സലഫ് സാലികളും സച്ചരിതരായ ആളുകളുമൊക്കെ. പിന്നെ പറയാം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം. എന്താ അതിൻ്റെ പ്രത്യേകത? അവര് അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയമായ ചില ആളുകളുണ്ട്. ആരാണ്? ജൂതന്മാർ അല്ലേ? ജൂതന്മാരെ പോലുള്ള ആളുകൾ. അവരുടെ പ്രത്യേകത എന്താ? ഓൽക്ക് അള്ളാഹിനെ പറ്റിയൊക്കെ ശരിക്കും അറിയാം. ഇന്നല്ലദീന ആമനൂല് പെടും, ആമനൂല് പെടും. പക്ഷെ എന്തില്ല? വഅമിലു സ്വാലിഹാത്തില്ല. കണ്ടങ്ങൾ? അതുകൊണ്ടാണ് ഗൈറിൽ മഗ്ദൂബി അലൈഹിം നമ്മളോട് ഇങ്ങനെ ആവർത്തിച്ചത്. നമ്മളിങ്ങനെ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവും അല്ലേ? നമ്മളെ ചിന്തയോ വേറെ ഏതോ ലോകത്തുമായിരിക്കും. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നോടത് പറയാൻ പറഞ്ഞതിൽ എന്നിലതുണ്ടോ എന്ന് നോക്കാനാണ്. ഞാൻ ആ പറഞ്ഞ വിശ്വാസി എന്ന് പറയുന്ന ആ തലക്കെട്ടിൽ ഞാൻ ഉൾപ്പെടുന്നുണ്ടോ ഇല്ലേ എന്ന് അള്ളാഹു തആല നമ്മെ പരീക്ഷിക്കാനാണ് നമ്മളോട് ഇതിങ്ങനെ പറയാൻ പറയുന്നത്. പിന്നെ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലിൻ എന്ന് പറഞ്ഞാലോ യഥാർത്ഥ പാന്താവിൽ നിന്ന് ഇതൊക്കെ അറിഞ്ഞിട്ടും അതേപോലെ യഥാർത്ഥ പാന്താവിൽ നിന്ന് വഴിവെച്ച് പോയ ആളുകൾ ചിലപ്പോൾ അറിയാതെയും വഴിവെച്ച് പോവും അല്ലേ? അപ്പം അറിവില്ലാതെയും വഴിവെച്ച് പോവും, അറിഞ്ഞിട്ടും വഴിവെച്ച് പോവും. ഇപ്പം ചില ക്രിസ്തീയ വിഭാഗത്തിൻ്റെയൊക്കെ പ്രത്യേകത ഒരറിവും അവർക്ക് ഉണ്ടാവില്ല. ചിലർക്ക് നല്ല അറിവുണ്ടാവും. അപ്പം അറിവില്ലാഞ്ഞാലും വഴിവെച്ച് പോവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹിനെ പറ്റി അറിയാൻ വേണ്ടിയുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ജഹാലത്ത്, നമ്മുടെ അറിവില്ലായ്മ നീക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാവണം. അറിഞ്ഞാൽ പിന്നെ അത് ജീവിതത്തിൽ പകർത്തണം. ഗൈറിൽ മഗ്ദൂബി അലൈഹിം ആവാൻ പാടില്ല. മറിച്ച് ഞാൻ ആവേണ്ടത് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അള്ളാഹു അനുഗ്രഹം ചെയ്തവരുടെ മാർഗത്തിൽ ഞാനാവണം. അതാണ് ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് എന്ന് അള്ളാഹു തആല പറയും. ഇനി അതിൻ്റെ മുമ്പിലുള്ളത് എന്തിപ്പം നമ്മൾ പറഞ്ഞത്? എന്തേ പറഞ്ഞില്ലേ? ഇന്നല്ലദീന കഫറു. അള്ളാഹു തആല അങ്ങനെ പറഞ്ഞ ആ ഭാഷാപരമായ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? ഇനിയിപ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ഒരാൾ ചിലപ്പം ഒരു അവിശ്വാസിയാണെന്ന് കൂട്ടാം. ശരിയായ അള്ളാഹു തആല പറഞ്ഞ അവിശ്വാസി എവിടെ ആയിരിക്കും? നരകത്തിലായിരിക്കും. എന്നാൽ മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ അവരിൽ ഒരുപാട് തിന്മകളൊക്കെ വന്നിട്ടുണ്ടാവും, മാസിയത്തുകളൊക്കെ വന്നിട്ടുണ്ടാവും, തെറ്റുകുറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. ഓലെ മുഴുവൻ നരകത്തിലാണോ സ്വർഗത്തിലാണോ? എന്താണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിശ്വാസം? അതാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ള മറ്റൊരു പാഠം. എന്താ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിശ്വാസം? ഒരു വിശ്വാസിയായ മനുഷ്യൻ ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് ആണല്ലോ. അങ്ങനെയൊക്കെ ആണെങ്കിലും അവൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ കോണുകളിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളും അബദ്ധങ്ങളും ഒക്കെ വരുമല്ലോ അല്ലേ? അങ്ങനെ അബദ്ധങ്ങൾ വന്ന മനുഷ്യൻ ഓൻ സ്വർഗത്തിലോ നരകത്തിലോ? അവിടെ അവൻ ചെയ്ത കുറ്റത്തിനനുസരിച്ച് അള്ളാഹു തആല അവന് ശിക്ഷ നൽകിയിട്ട് അവൻ യഥാർത്ഥ വിശ്വാസിയാണ് എങ്കിൽ ഇന്നല്ലദീന ആമനു എന്ന ഗണത്തിൽ അവൻ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹു തആല അവൻ ചെയ്ത തെറ്റിനനുസരിച്ച് ശിക്ഷ നൽകിയിട്ട് പിന്നീട് എന്ത് ചെയ്യും? അള്ളാഹു തആല അവനെ സ്വർഗത്തിലേക്ക് തന്നെ ആക്കും എന്നതാണ് അള്ളാഹു തആല പറയുന്നത്. ഇതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആ വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ള വിശ്വാസം എന്നുള്ളത്. എന്താ തെളിവ്? അത് വെറുതെ പറയാൻ പാടില്ലല്ലോ. അള്ളാഹു തആല പറയാം. അള്ളാഹു തആല പറയുന്ന ഖുദ്സി ഹദീസിൽ ഇങ്ങനെ കാണാം, വ ഇസ്സത്തി വ ജലാലി വ കിബ്രിയായി, എൻ്റെ പ്രതാപം തന്നെ സത്യം, എൻ്റെ മഹത്വം തന്നെ സത്യം. പിന്നെന്താ? ല ഉഖ്രിജന്ന മിൻഹാ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ആ നരകത്തിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ അല്ലാഹു തആല പുറത്താക്കുക ചെയ്യുന്ന. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ വന്നത് കാരണം നരകശിക്ഷയ്ക്ക് പാത്രീഭൂതനായിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആ ശിക്ഷ കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ എന്ത് കിട്ടും? സ്വർഗം ലഭിക്കും എന്നുള്ളതാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് കാണാം, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യണം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ യുദ്ഖിലുല്ലാഹു അഹ്ലൽ ജന്ന അൽ ജന്ന. സ്വർഗവാസികളായ ആളുകളെ അല്ലാഹു തആല സ്വർഗത്ത് പ്രവേശിക്കും. യുദ്ഖിലു മൻ യശാഉ ബിറഹ്മതി. ചില ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാരുണ്യം കൊണ്ടും സ്വർഗത്ത് പ്രവേശിക്കും. വയുദ്ഖിലു അഹ്ലുൻ നാരി അന്നാറ. നരകവാസികളായ ആളുകളെ അല്ലാഹു തആല നരകത്തിലും പ്രവേശിക്കും. സുമ്മ യഖൂൽ, എന്നിട്ട് പറയും, ഉൻദുറു, മലക്കുകളോട് പറയും, ഉൻദുറു മൻ വജത്തും ഫി കൽബി മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിൻ ഈമാനിൻ ഫഅഖ്രിജു. നിങ്ങൾ നോക്കി, ആ പിന്നെ നരകത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ മനസ്സിൽ, അവൻ്റെ ഹൃദയത്തിൽ ഈ സത്യവിശ്വാസത്തിൻ്റെ ഒരു കടുക് മണിയുടെ അത്ര അളവ് വിശ്വാസം ഉണ്ടെങ്കിൽ അവനെ നരകത്തു നിന്ന് പുറത്താക്കി എന്ന് അല്ലാഹു തആല പറയുന്ന. അപ്പം വിശ്വാസമാണ് എന്തുള്ളത്? സ്വർഗം ലഭിക്കാനുള്ള മാർഗം. ഇനി ആ വിശ്വാസിയായി ഭൂമി ജീവിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അബദ്ധം വന്നാൽ അതിനനുസരിച്ചുള്ള ശിക്ഷ നാം ഏറ്റുവാങ്ങേണ്ടി വരുന്നു എന്നത് മാത്രമാണ് ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇങ്ങനെയൊക്കെ വിശ്വാസം തീരെയില്ലാത്ത കുഫാറുകളായ മുശ്രിക്കുകളായ ആളുകളെ സംബന്ധിച്ചാണ് അല്ലാഹു തആല എന്ത് പറയണത്? ഇന്നല്ലദീന കഫറു. എന്താണ് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത്? ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന ഫീ നാരി ജഹന്നമ ഖാലിദീന ഫീഹ എന്ന് അല്ലാഹു തആല അതിൽ നിത്യവാസികളായിരിക്കും എന്ന് പറയാനുള്ള കാരണം ഇത്തരം മുശ്രിക്കുകളെ സംബന്ധിച്ചാണെന്ന്. ഇനി പിന്നെ അത്തരം മുശ്രിക്കുകളുടെ ഒരു സ്വഭാവമാണ് അല്ലാഹു തആല പറയുന്നത്. പിന്നെ വല്ലദീന കഫറു ലഹും നാറു ജഹന്നം. അവിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുള്ള നരക ശിക്ഷയാണ്. ലാ യുഖ്ല അലൈഹിം. അപ്പം ആ നരകശിക്ഷ ഇങ്ങനെ കാണുമ്പോൾ അവർക്കൊരാഗ്രഹം ഉണ്ടാവും, ഒന്ന് മരണം വന്നെങ്കിൽ എത്ര സുഖമായിരുന്നു, അതൊന്ന് മരിച്ചിരുന്നെങ്കിൽ അല്ലേ. നമ്മൾ അങ്ങേയറ്റത്തെ പ്രയാസം ഇങ്ങനെ അനുഭവപ്പെടുമ്പോൾ നമുക്ക് എന്താ തോന്നുക? ഒന്ന് മരിച്ചിരുന്നെങ്കിൽ നിങ്ങൾ തോന്നൂലേ അല്ലേ? നരകവാസികളായ ആളുകൾ, നരകത്തിൽ നിത്യവാസികളായ ആളുകൾ ആ നരകത്തിൽ നിന്ന് മോഹിക്കുന്ന ഒരു മോഹമാണെന്ത്? ഒന്ന് മരിച്ചിരുന്നെങ്കിൽ, അല്ലാഹു തആല മരണം വിധിച്ചിരുന്നെങ്കിൽ, ഫയമൂത്തു, അവർക്ക് മരിക്കാമായിരുന്നു. പിന്നെ രണ്ടാമത് അവർക്കുണ്ടാവുന്ന ഒരു ആഗ്രഹം എന്താ? ഈ പിന്നെ നരകശിക്ഷ ഒന്ന് ലഘൂകരിച്ച് കിട്ടിയെങ്കിൽ, വലാ യുഖഫഫു അൻഹും, ആ നരകശിക്ഷ അവർക്ക് ലഘൂകരിക്കപ്പെടുകയുമില്ല. മിൻ അദാബിഹ, ആ നരകത്തിലെ ശിക്ഷ അവർക്ക് ലഘൂകരിക്കപ്പെടുകയില്ല. ആ രൂപത്തിൽ അവരതിൽ നിത്യവാസികളായിരിക്കും എന്ന് അല്ലാഹു തആല സൂറത്ത് ഫാത്തിറിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു സ്ഥലത്ത് കാണാം, ഇന്നല്ലദീന കഫറു വമാതു വഹും കുഫാർ. അവിശ്വാസികളായിക്കൊണ്ട് മരണപ്പെട്ട പിന്നെ അവിശ്വാസികൾ, അങ്ങനെയുള്ള കാഫിറുകൾ, അവർ കാഫിറുകൾ തന്നെയാണ്. മരിച്ചതും കുഫാറായിട്ടാണെങ്കിൽ ഉലായിക അലൈഹിം ലഅനത്തുല്ലാ, അത്തരം ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ശാപവും ഉണ്ടാവും. വൽ മലായിക്കത്ത്, മലക്കുകളുടെ ശാപവും ഉണ്ടാവും. വന്നാസ്, മുഴുവൻ ജനങ്ങളുടെ ശാപവും ഉണ്ടാവും. അജ്മഈൻ. മാത്രമല്ല ഖാലിദീന ഫീഹ, അവർ അതിൽ നിത്യവാസികളായിരിക്കും. ലാ യുഖഫഫു അൻഹുൽ അദാബു വലാഹും യുൻദറുൻ, അവർക്ക് പിന്നെ ശിക്ഷ ലഘൂകരിക്കപ്പെടുകയുമില്ല, പിന്നെ ഒരു ഒഴിവ് കഴിവ് അവർക്ക് നൽകപ്പെടുകയുമില്ല എന്നുള്ള. അപ്പം അത്തരം അവിശ്വാസികളെ സംബന്ധിച്ചാണ്, പിന്നെ അവിശ്വാസിയായിക്കൊണ്ട് തന്നെ മരണപ്പെട്ടാലാണ് എന്തുണ്ടാവുക? ആ ഖാലിദീന ഫീഹ, നിത്യവാസത്തിൻ്റെ നരകം, ആ നിത്യവാസത്തിൻ്റെ സ്വർഗം എന്നൊക്കെ പറയുന്നത് ആ രൂപത്തിലുള്ള ആളുകൾക്കാണെന്ന്. അപ്പം എന്തെങ്കിലുമൊക്കെ വിശ്വാസം ഉണ്ടായി എന്തെങ്കിലുമൊക്കെ അബദ്ധം വന്നാൽ ഏതെങ്കിലും ഒരു കാലത്ത് രക്ഷപ്പെടും എന്നത് തന്നെയാണ് ആ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് നമ്മെ പങ്കുവെക്കുന്നത് അല്ലേ. മതി. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.